ലൈസ് ഡാം ലൈസ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയേണ്ടി വരും. അങ്ങനെയും പറയാം. അതെ, ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ചളുപ്പുണ്ടാക്കിയ കാര്യം. മുഖത്ത് നോക്കി കള്ളം പറയാൻ ഒരറപ്പുമില്ലാത്ത മനുഷ്യരെ കാണുന്നുണ്ടെങ്കിൽ അത് ഇന്നത്തെ ബൈറ്റിൽ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് കേൾക്കണം. എത്ര കൃത്യമായിട്ടാണ് അവർ പറഞ്ഞു വെക്കുന്നതിന് ദൃശ്യം ആ നിമിഷം തന്നെ പൊളിച്ചെടുക്കുന്നുണ്ട്. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. എന്റെ നിഴലാണെന്നാണ് പറയുന്നത്. നിഴലിനെ നമ്മൾ പുറത്തു വിട്ടു. വെളുത്ത ചുരിദാറും മുല്ലപ്പൂവും വെച്ച നിഴലും. ഒന്നുകിൽ അതൊരു മറ്റെന്തോ നിഴലാവാനാണ് സാധ്യത. വെളുത്ത ചുരിദാറിട്ട മുല്ലപ്പൂ വെച്ചൊരു നിഴൽ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഭദ്രാവതി കോമഡി അടിച്ചാണ്ടല്ലോ. വെള്ള ചുരിദാറെടുത്ത മുല്ലപ്പൂ വെച്ച നിഴൽ ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടും അവരത് സമ്മതിക്കുന്നില്ല. കാറിലുണ്ടായ സ്ത്രീയെ അറിയില്ല എന്ന് അവർ പത്രക്കാരോട് പറയും. എനിക്കറിയില്ല, എന്റെ കാറിലുണ്ടായത് നിഴലാണ്. എങ്ങനെയുണ്ട് ഐഡിയ? കൊള്ളാം. നിഴല് മുല്ലപ്പൂവും വെച്ച് വരുന്നത് നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. പൈസ കൊടുക്കുന്നത് മോശമല്ലേ എന്ന് ചോദിക്കുമ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന കുട്ടിയുടെ വല്യമ്മയാണ് ആ മുറ്റത്തിരിക്കുന്നതെന്നാ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. കഷ്ടമുണ്ട്, നിങ്ങൾ ഒരു ഉരുണ്ട് കളിക്കരുത്. എനിക്കറിയാം അവരങ്ങനെ പറയില്ലെന്ന്. ഈ ഒരു സംഭവം കയ്യോടെ പിടിക്കപ്പെട്ടപ്പോഴുള്ള ജാളിതയാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഈ ബ്ലഡി ഫൂളുമായിട്ടുള്ള കൂട്ടുകെട്ടും നിങ്ങൾക്ക് അത്ര നല്ലതല്ല. ഞാൻ രണ്ടാളോടും കൂടിയിട്ട് പറയണേ.